مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين محمد سيد الكونين والثقلين محمد سيد الكونين والثقلين والفارقين من عرب ومن عجب. ഇതിന്റെ വിജ്ഞാനഗോചാത്ത് അറുപവിജ്ഞാനഗോചാത്ത് ഈ ബുക്ക് പറയണ ആ ഇബ്നു തൈമിയ്യ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ശഅബാൻ 15 രാത്രി ശ്രേഷ്ഠതയുള്ളതിന് ഹദീസ് വന്നിരിക്കുന്നു. ഇബ്നു തൈമിയ്യ പറയുന്നത് ശഅബാൻ 15 രാത്രി പവറുള്ള രാത്രിയാണ്. അതിന് ഹദീസും ഉണ്ട്, മഹാന്മാരുടെ വാക്കുകളും ഉണ്ട്. അതിന് ശ്രേഷ്ഠത ഉണ്ട് എന്ന് സലഫു സാലിഹ്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അതിന്റെ രാത്രി ഒരു പ്രത്യേകം നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. ഇനിയോ അദ്ദേഹത്തോട് ചോദിക്കുന്ന സുബിലാൻ സലാത്തിന് ഇസ്തി ശഅബാൻ 15 രാത്രി കുറച്ചാണ് സുന്നത്ത് നിസ്കരിക്കാന്ന് ഒരാൾ വിചാരിച്ചാൽ പറ്റുമോ? ഇബ്നു തൈമിയ്യയോട് ചോദ്യം. അജാബ ഇബ്നു തൈമിയ്യയുടെ മറുപടി എന്താ? ഇദാ സല്ലൽ ഇൻസാനു ലൈലത്തൻ നിസ്ഫി വഹ്ദ. ശഅബാൻ 15 രാത്രി ഒറ്റക്കൊരാൾ സുന്നത്ത് നിസ്കരിച്ചു. ഔ ഫി ജമാഅത്തിൻ ഖാസ്സ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജമാഅത്തായി കുറെ ആള് കൂടിയിട്ടാണ് നിസ്കരിച്ചു. സലഫു സാലിഹ്യങ്ങൾ, സലഫ് പറഞ്ഞത് അല്ലിപ്പൊളി സലഫിക്ക് പറഞ്ഞല്ല, മറിച്ച് 3 നൂറ്റാണ്ട് കാലം ജീവിച്ച നല്ലവരായ മഹാന്മാരെ കുറിച്ച് പറഞ്ഞ പേരാണ് ഇസ്ലാമിക ലോകത്ത്. അപ്പൊ ആ സലഫിന്റെ കൂട്ടത്തിൽ നിന്ന് പലരും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ ഹുസൈൻ സലഫി എന്ന് പറഞ്ഞ മൗലവിയായാലും ബാക്കിയുള്ള മൗലവിമാരായാലും ഭാരതത്തിൽ ഒരു അഡ്രസ്സും ഇല്ലാതെ ഒരു ഉടുപ്പില്ലാതെ സമൂഹത്തിന് മുമ്പിൽ അവർ VCD ഇറക്കിയിട്ട് പറയുമ്പോ സകല വിജ്ഞാനങ്ങളും പൂർവികരുടേത് കരസ്ഥമാക്കിയ സർവ്വവിജ്ഞാനകോശം ഇബ്നു തൈമിയ്യ പറയുന്നത് 3 നൂറ്റാണ്ട് കാലം ജീവിച്ച ഉത്തമരായ മഹാന്മാരൊക്കെ നിസ്കരിക്കലുണ്ടായിരുന്നു. ഇവർ ഓരോ ഘട്ടം വരുമ്പോ പറയണത് ഓരോ സ്റ്റേജ് ആയിരിക്കുമല്ലോ. നിങ്ങളൊക്കെ ഇപ്പൊ സെലഫ് പോയവിടെ ആ സമയത്ത് റബീഉൽ അവ്വലിനെ പറ്റി പറയുമ്പോൾ എന്താ മൗലവിമാർ പറയുന്നത്? 6-ാം നൂറ്റാണ്ടിലാണ് അത് തുടങ്ങിയത്. ആ സമയത്ത് ഉത്തമ നൂറ്റാണ്ടുകാരൊന്നും റസൂൽ പറഞ്ഞതൊന്നും നടത്തിയിട്ടില്ല. കേട്ടാ തോന്നുന്നത് അവരാരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് നിലനിൽപ്പുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ റബീഉൽ അവ്വലിന്റെ പ്രസംഗത്തിന്റെ വേട്ടകൾ മൗലവിമാർ പറയല് 3 നൂറ്റാണ്ടിലുള്ളവരാരും ചെയ്തിട്ടില്ല എന്നാ. ഇപ്പോഴോ 3 നൂറ്റാണ്ടിലുള്ളവർ ചെയ്തിരുന്നു. അത് കമാക്കാനെ അപ്പോഴും തവായുബിലെ സ്ഥലം 3 നൂറ്റാണ്ടിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പണി ചെയ്തിരുന്നു. അത് വളരെ നല്ല പണിയാണ്, വിദേശമല്ല, ആക്ഷേപിക്കേണ്ടതല്ല, ചെയ്യരുതെന്ന് വേണമെന്ന് പറയേണ്ട വിഷയമല്ല. ഇത് നമ്മൾ പറയുമ്പോ സ്വാഭാവികമായും ഇവര് നിസ്കാരം മുടക്കിയാലാണ് നമുക്ക് പറയേണ്ടി വരൂലേ? അത് പറയുമ്പോ നമുക്ക് ഭയങ്കര കംപ്ലൈന്റ്. ഇവരെന്താ പറഞ്ഞ് നമ്മൾ നിസ്കാരം മുടക്കണവരാണ്, നിസ്കാരം ഇല്ലാതാക്കണവരാണ് എന്നൊക്കെ നമ്മളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊന്നും നമ്മൾ മുടക്കണില്ല, ഇല്ലാത്ത ചെയ്യരുതെന്നേ പറയുന്നുള്ളൂ. അപ്പൊ ഓവർ സ്മാർട്ടായ മൂപ്പര്. അപ്പൊ ഇബ്നു തൈമിയ്യയെക്കാളും വലിയ ആളാകാൻ നോക്കുന്നത്. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ് സലഫു സാലിഹ്യങ്ങൾ നിസ്കരിക്കലുണ്ട്, അതുകൊണ്ട് ഇത് നല്ലതാണ്. ഇനിയോ അത് മജ്മൂ ഫതാവയിൽ തന്നെ പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമാണ് ഇഖ്തിസാഉ സിറാത്തിൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥം, ഇബ്നു തൈമിയ്യയുടെ തന്നെ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു മിൻ ഹാദൽ ബാബി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖദ് റുവിയ ഫീ ഫദ്ലിഹാ മിനൽ അഹാദീസിൽ മർഫൂഅത്തി വൽ ആസാരി മാ യഖ്തദി അന്നഹാ ലൈലത്തുൻ മുഫല്ലലാ. സലഫി മൗലിക്ക് അറബി ഉദ്ധരണി അറിയുമെങ്കിൽ അദ്ദേഹം ഒന്ന് ചിന്തിച്ചു വായിക്കുന്നത് നന്ന. എന്താ അദ്ദേഹം പറയുന്നു? ഇബ്നു തൈമിയ്യ പറയുന്നു ശഅബാൻ 15 രാത്രി ഫഖദ് റുവിയ ഫീ ഫദ്ലിഹാ, ശഅബാൻ 15 രാത്രിയിൽ ശ്രേഷ്ഠതയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിനൽ അഹാദീസിൽ മർഫൂഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തന്നെ തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയോടുകൂടെയുള്ള ഹദീസുകളിൽ നിന്നും വൽ ആസാരി മഹാന്മാരുടെ വാചകങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? മാ യഖ്തദി അന്നഹാ ലൈലത്തുൻ മുഫദ്ദല, ഈ രാത്രി ശ്രേഷ്ഠതയുള്ള രാത്രിയാണെന്ന് ധരിക്കാൻ പറ്റുന്ന വിധത്തിൽ അല്ലെങ്കിൽ മനസ്സിലാകുന്ന വിധത്തിലുള്ള തെളിവുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആഖിറത്തെ കുറിച്ച് വല്ല വിശ്വാസവും സലഫിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കോ ഉണ്ടെങ്കിൽ അവര് മനസ്സിലാക്കൂ, ഇബ്നു തൈമിയ്യ പറഞ്ഞതെങ്കിലും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു വായിച്ചുകൂടെ? അദ്ദേഹം നിങ്ങൾ പറയുന്നത് എന്താണ്? അങ്ങേ അറ്റത്തെ ചിന്താപരമായ മരവിപ്പും മദ്ഹബി പക്ഷപാതവും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഉടലെടുത്ത സമയത്ത് പേന കൊണ്ടെന്ന പോലെ വാളുകൊണ്ടും നേരിനു വേണ്ടി ദീനിനു വേണ്ടി പണപൊരുതി പ്രവർത്തിച്ച പണ്ഡിതനാണ് എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത്. ആ ഇബ്നു തൈമിയ്യ പറയുന്നു ഹദീസുകളും മസറുകളുമായി
ഈ ശഅബാൻ 15 രാവ് പവറുള്ളതാണെന്ന് സ്ഥിരീകരിക്കുന്ന ധാരാളം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വഅന്ന മിനസ് സലഫി മൻ കാന യഖുസ്സുഹാ ബിസ്സലാത്തി ഫിഹാ. സലഫു സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പലരും ആ രാത്രി പ്രത്യേകം നിസ്കരിക്കാറുമുണ്ട്. ശഅബാൻ 15 രാത്രി നേരത്തെ കിടന്നുറങ്ങാറില്ല, എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ചെയ്യാറില്ല. മുസ്ലിമീങ്ങൾ കഴിഞ്ഞ കാലത്ത് ആ രാവിന്റെ മഹത്വം അംഗീകരിച്ചവരാണ്. അതിന് പവറുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യമായ ഹദീസുകളുണ്ട്, അസറുകളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഇബ്നു തൈമിയ്യ പോലും വ്യക്തമായി രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിലരൊക്കെ അതിനെ എതിർത്തവരുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്നു, എന്നാൽ അക്സറുഹും മിൻ അസ്ഹാബിനാ വഗൈരിഹിം ലാകിൻ അല്ലദീ അലൈഹി കസീറുൻ മിൻ അഹ്ലിൽ ഇൽമി ഔ അക്സറുഹും മിൻ അസ്ഹാബിനാ വഗൈരിഹിം, വിജ്ഞാനമുള്ള കൂടുതൽ ഭൂരിപക്ഷം ആളുകളും അലാ തഫ്ദീലിഹാ, ഈ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ടെന്ന അഭിപ്രായക്കാരാണ്. വഅലൈഹി യദുല്ലു നഫ്സു അഹ്മദ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വ്യക്തമായി തന്നെ ഒരു വ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം വ്യക്തമായി തന്നെ ഈ രാവിന് പ്രത്യേകതയുണ്ടെന്ന് തെളിയിക്കുന്ന ഉദ്ധരണി പറഞ്ഞിട്ടുണ്ട്. ലിതഅദ്ദുദിൽ അഹാദീസിൽ വാരിദത്തി ഫീഹാ, ആ രാത്രിയുടെ മഹത്വം സ്ഥിരീകരിക്കുന്ന ഹദീസുകൾ എണ്ണക്ക് ഒരുപാട് എണ്ണം വന്നതുകൊണ്ട്, ധാരാളം ഹദീസുകളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട്, അതേപോലെ തന്നെ പൂർവീകരായ മഹാന്മാരുടെ വചനങ്ങളിലും അത് സത്യമാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് മുസനദുകളിലും ഒരുപാട് സുനനുകളാകുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലും അതിന്റെ ശ്രേഷ്ഠത സ്ഥിരീകരിക്കുന്ന ഭാഗങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 302-ാമത്തെ പേജിൽ അദ്ദേഹം അവിടെയും വിശദീകരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം ലോകത്ത് ഈ രാവിന് മഹത്വമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞു. അതേപോലെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, അതേപോലെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ചതിന്റെ പുറമെ ഇവരുടെ നേതാവായ ഇബ്നു തൈമിയ്യ പോലും ഈ മഹത്തായ രാവ് ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ആദരിക്കപ്പെടേണ്ടതാണെന്നും സ്ഥിരീകരിച്ചു. അതിന്റെ രാത്രി നിസ്കരിക്കണമെന്നും പകലിൽ നോമ്പെടുക്കണമെന്നും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഹദീസിൽ നമ്മൾ കാണുകയും ചെയ്തു. ഇത്രയും വ്യക്തമാക്കപ്പെട്ടൊരു വിഷയം, സലഫു സാലിഹീങ്ങൾ സ്വീകാര്യതയോടെ കണ്ടൊരു വിഷയം, ആ വിഷയത്തിനെതിരെയാണ് ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സന്ദർഭങ്ങളിൽ നിന്ന് വിഷയങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് ഈ സലഫികൾ ഇവിടെ പ്രസംഗിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, 2 ലൈഫായ ഹദീസ് ഉദ്ധരിച്ച് ഇതൊക്കെ ലൈഫാണ്, ബാക്കിയുള്ളതിന്റെ കഥകൾ തന്നെയാണ് എന്ന് പറഞ്ഞ മൂപ്പര് തടിയെടുക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ ഞാൻ ഹദീസൊക്കെ നോക്കണ്ടേ? ഹദീസ് നോക്കിയിരുന്നെങ്കിൽ ഈ അജാബി നടത്താത്തില്ല എന്ന് പിന്നെയും പറയാം. ഒരിക്കൽ മൂപ്പര് പറഞ്ഞു പോട്ടെ. ഇപ്പൊ എന്റെ സൗണ്ട് മൂപ്പര് കാസറ്റിൽ കേൾപ്പിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. അതുകൊണ്ടാണ് എന്റെ കാസറ്റ് എന്താണ് മൂപ്പര് കേട്ടു എന്ന് എനിക്ക് മനസ്സിലായത്. അതൊക്കെ എനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. കാരണം അത് കേട്ട സ്ഥിതിക്കാണ് അത്രയും ഏറ്റവും ചുരുങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ, 100 ഹൈത്തങ്ങൾ റളിയല്ലാഹു തന്റെ മജ്മുഉൽ ഫവായിദ് ഒരു ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു 4 ഹദീസുകളെ സംബന്ധിച്ച്. അതിന്റെ റിപ്പോർട്ടർമാർ സ്വീകാര്യരാണ്, ഒരു കുഴപ്പമില്ലാത്തതാണ്. അതേപോലെ അൽ ഫത്ഹുർ റബ്ബാനി എന്താ പിന്നെ ബുലൂഗുൽ അമാനി മിൻ അസ്റാൽ ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, വറദ ഫി ഫളിഹ അഹാദീസു ലാ ബഅസ ബിഹാ, കുഴപ്പമൊന്നുമില്ലാത്ത സ്വീകരിക്കാൻ പറ്റുന്ന പരമ്പരയോടുകൂടെ തന്നെ ഹദീസ് വന്നിട്ടതിന്റെ ശ്രേഷ്ഠതയിൽ. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദുൽ മുൻസിരി അതിന്റെ തർഗീബ് വ തർഹീബിൽ പറഞ്ഞു, വൈസ്നാദുഹു ലാ ബഅസ ബിഹി, അതിന്റെ പരമ്പര കുഴപ്പമില്ല. അതേപോലെ മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു തന്നെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് അത് സഹീഹാണെന്ന് മൂപ്പര് പറഞ്ഞു. സഹീഹാണെന്ന് മൂപ്പര് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ ഫതാവൽ കുബ്രയിലും വിശദീകരിച്ച് ചേർന്നൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, സഹീഹാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട വൽ ഹാസിലു ചുരുക്കത്തിൽ അന്നൽ ഹാദിഹി ലൈലത്തി ഫലാ, ഈ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ട്, അത് തൽക്കാലത്തിന് അങ്ങനെയാണ് അല്ലെ. ഇത്രയൊക്കെ വിശദീകരിക്കപ്പെട്ട പിന്നെ ആ അജാബിൽ നടത്താത്തിന്റെ ഒറ്റ ഹദീസത്തിൽ പിന്നെ ഇയാൾ പഠിക്കുന്നെന്തിനാ? ആലോചിക്കണ്ടേ? അല്പമെങ്കിലും മനസ്സാക്കിയില്ലെങ്കിൽ ചിന്തിക്കണ്ടേ? അല്ല ഇങ്ങനൊന്നും ഹദീസ് ഇല്ലാതെ മോലേക്ക് വാദമുണ്ടോ? എന്നാ അതല്ലേ നമുക്ക് അറിയണ്ട്. എന്നിട്ട് മൂപ്പരെ കാര്യമായ പണി എന്താ? ഇനിയിപ്പോ നമ്മൾ തർക്കമുള്ള സംഗതി എന്താ?
ബറാത്ത് രാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മക്കടിയിലും തുറക്കുന്നുണ്ട്. എന്താ തർക്കം? ബറാത്ത് രാവിലെ 1000 റക്അത്ത്, ഒരു 100 റക്അത്ത് പ്രത്യേക നിസ്കാരം. ഇത് രണ്ട് വെവ്വേറെ നമ്മൾ മനസ്സിലാക്കണേ. എന്ത് ബറാത്ത് രാവിലെ പ്രത്യേകം നിസ്കരിക്കണം എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞു അല്ലേ? പ്രത്യേകം നിസ്കരിക്കണം എന്ന് പറയണതും പ്രത്യേക നിസ്കാരം എന്ന് പറയണതും രണ്ടാണ്. പ്രത്യേകം നിസ്കരിക്കാൻ ഈ രാത്രി പവറുള്ള രാത്രിയാണ്, അതുകൊണ്ട് കുറച്ച് സുന്നത്ത് കൂടുതൽ നിസ്കരിക്കണം. ഈ രാത്രിയിൽ ജീവിക്കാൻ റബ്ബെനിക്ക് ഭാഗ്യം തന്നല്ലേ, റബ്ബിന് നന്ദി രേഖപ്പെടുത്തണം അല്ലെ? അതാണ് പ്രത്യേകം നിസ്കരിക്കാൻ. അതിനകത്ത് പ്രത്യേക നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ശഅബാൻ 15 രാത്രിക്കായിട്ട് എന്തുണ്ട്? ഒരു ഖാസായ നിസ്കാരം. അങ്ങനെ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിച്ച സംഭവം യഹ്യയുടെ ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്തു? അവരവരുടെ പുസ്തകങ്ങളിലും അത് കൊടുത്തു. എന്നിട്ട് അത് കൊടുത്തിട്ട് അവരെന്നെ പറഞ്ഞു പലരും അതിന്റെ താഴെ. പക്ഷെ ഇതിന്റെ റിപ്പോർട്ടർമാർ അത്ര പ്രബലരല്ല. ഇതിന്റെ റിപ്പോർട്ട് മാത്രം പ്രബലരല്ലാന്ന് ഇയാൾ വായിച്ചപ്പോഴായിട്ട് തോന്നിയത് അബദ്ധം കിട്ടുമല്ലോ. അപ്പൊ ഊപ്പർ എന്താ പറഞ്ഞു പറഞ്ഞത്? ഇത് നമ്മൾ പിടികൂടുന്നു വിചാരിച്ചിട്ട് ഊപ്പർ പറഞ്ഞാണ്. അയാൾക്ക് ഇയാൾ ആ സുഖം എന്താ? എന്നിട്ട് മൂപ്പർ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എന്റെ ഭാഗം മൂപ്പർ കാസറ്റ് കേൾപ്പിക്കുന്ന സൗണ്ട് നമ്മളൊക്കെ സുന്നികളല്ലേ, ഞമ്മക്ക് അങ്ങനെ 100 റക്അത്ത് നിസ്കാരമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിന് മുമ്പ് നേരിടാൻ ശ്രമിക്കണം. എങ്ങനെയാ? സിറാജ് ദിനപത്രത്തില് എന്ത് വന്നിട്ടുണ്ട്? ഒരു ലേഖനം വന്നിട്ടുണ്ട് ബറാത്ത് മഹത്വം. ആ ലേഖനത്തിൽ പറഞ്ഞത് എന്ത്? 100 റക്അത്ത് നിൽക്കുന്നത് അസാലിമാൻ പറഞ്ഞിട്ടുണ്ടോ? ശരിയാണ്, അസാലിമാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അസാലിമാൻ പറഞ്ഞിട്ടുണ്ടെന്നും ആ പറഞ്ഞതിന്റെ റിപ്പോർട്ട് ശരിയല്ലെന്നും അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലെന്നും ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ മഹാനായ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ മുഈനിലും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്റെ ഇർഷാദുൽ ഇബാദിലും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ മുഴുവനും ആ കാര്യം വിശദീകരിക്കുകയും ഗസ്സാലി ഇമാമിന്റെ ആ വന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമ്പര അത്ര ശരിയായി തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഹദീസിന്റെ റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിൽ ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന ആളുകൾ തന്നെ ഉണ്ടെന്ന് ചർച്ചയുണ്ട്. അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഞങ്ങൾ 100 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ? അപ്പൊ ഉപ്പ് ചോദിക്കുന്നു, സിറാജ് നിങ്ങളതല്ലേ? നിങ്ങൾ സിറാജ് അംഗീകരിക്കുന്നില്ലേ? സിറാജ് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ തുന്നല്ലേ? അതോ നിങ്ങൾ തുന്നല്ലേ? എന്നോടും കിട്ടും ആലോചിച്ചൊക്കെ നിങ്ങൾ. അപ്പൊ നമുക്ക് പറയാനുള്ള എന്താ? സഹോദര, ഞങ്ങൾ ആ ഇതിലല്ല. ഗസ്സാലി ഇമാം അങ്ങനെ പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം മൂപ്പരും പറയുന്നുണ്ട്. ഗസ്സാലി ഇമാം അങ്ങനെ എഴുതിയേ പറഞ്ഞിരിക്കണം. അതേമാതിരി ഉന്നത്തില് നിങ്ങളെ മൊഹീദ്ദീൻ ജീവൻ പറഞ്ഞിരിക്കണം. മൂപ്പർക്ക് വന്നൊന്നുമല്ല, അതുണ്ടാവൂല, വന്നിട്ടാവൂല്ലോ. അത് ചെയ്യുന്ന നിങ്ങളെ മൊഹീദ്ദീൻ ജീവൻ പറഞ്ഞിരിക്കണം ഉന്നത്തിലാ നിസ്കാരം. എന്നിട്ട് മൂപ്പര് പറഞ്ഞു എന്നാ അവരൊക്കെ അത് സഹിയാന്ന് വിചാരിച്ച് പറഞ്ഞേക്കും. അതിന് വേണ്ട അവരെ നമ്മൾ ദുഷ്കണില്ല. പക്ഷെ അത് സഹിയല്ലെന്നും സ്വീകാര്യല്ലെന്നും പിന്നെ പണ്ഡിതന്മാര് വിശദീകരിച്ചതിന്റെ നിങ്ങൾ എന്തിനാ അത് ബുക്ക് ചെയ്തത്? അത് നമുക്ക് പറയാനുള്ള തന്നെയാണ്. ആ ബുക്ക് എഴുതിയ ആൾക്കാരെ ചോദിക്കേണ്ടത് തന്നെയാണ്, ചോദിച്ചത് തന്നെയാണ്. ബുക്ക് എഴുതിയ പലരും പലതും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? പലതും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്റ്റാൻഡ് വ്യക്തമാക്കി കൊടുക്കണ്ടേ? ഇയാൾക്ക് കാര്യമായിട്ട് ഫോൺ നമ്പർ വരേണ്ട ഒരു മുസ്ലിംകാരാ KVM ബന്ധാവൂരല്ലേ? KVM ബന്ധാവൂര് പറഞ്ഞ ആളെ ഫോൺ നമ്പർ വരെ അങ്ങനെ എടുത്തിട്ടുണ്ടാവും ഒരു 4 പ്രസംഗിക്ക് അല്ലേ? അപ്പൊ അങ്ങനെ ബന്ധമുള്ള ആരെങ്കിലും ആണ് എഴുതിയത്? അങ്ങനെ ബാക്കിയുള്ളവരാരെങ്കിലും ആണ് എഴുതിയത്? എന്താണ് ഗസ്സാലി ഇമാം എഴുതിയത് അങ്ങനെ എഴുതിയിട്ട് നിങ്ങളും പറഞ്ഞില്ലേ? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നില്ല. ഞങ്ങളുടെ ആൾക്കാരെല്ലാം അറിഞ്ഞാണെങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടൂടെ? ഞങ്ങൾക്ക് പണ്ട് ഒരു യുദ്ധം നടന്നപ്പോ കുറെ ആളുകൾ മരിച്ചു, കുറെ ആൾ ചത്തത്തിനൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞ പോലെ അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മരിച്ചവരൊക്കെ പ്രത്യേകം സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു. കുറെയൊക്കെ നോക്കുമ്പോ ഒക്കെ മരിച്ചല്ലേ. അപ്പൊ ഈ ഡോക്ടർമാര് പണി ഓർക്കാൻ വേണ്ടിയിട്ട് സമരം നടത്താൻ പറ്റുന്ന കാലം അല്ലാത്തതുകൊണ്ട് പണി ഓർക്കാൻ വേണ്ടിയിട്ട് ഒക്കെ മരിച്ചു അവർ സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് അവർ പോയി. അങ്ങനെ മയ്യത്തിന് ആംബുലൻസിലൊക്കെ സ്ട്രക്ചറിലെടുത്ത് മാറ്റുമ്പോ ഒരുത്തച്ച് നിന്നെ എടുക്കാൻ കൊണ്ടുപോകുന്നു. നിന്നെ മോർച്ചറിയിലേക്കോ? മോർച്ചറിയിലേക്ക് ഡെഡ് ബോഡിനെ കൊണ്ടുപോകാൻ ഞാൻ മരിച്ചിട്ടില്ലല്ലോ ഇയാള്. അപ്പോ ഈ കൊണ്ടുപോണ ആംബുലൻസിനെ എങ്ങനെ പറഞ്ഞു ചിലക്കാർ ആൾക്കാർ MBBS വരെ കഷ്ടപ്പെട്ട് പഠിച്ച് കോഴയിലൊക്കെ കൊടുത്തിട്ട് പഠിച്ച് ഡോക്ടറായ ഒരാളാണ് നീ മരിച്ചു പറഞ്ഞത്. എന്നിട്ട് നീ ഇപ്പം മരിച്ചിട്ടില്ലാതെ നമ്മൾ അത് സ്വീകരിക്കാൻ നിൽക്കണ്ടേ? ശരി, ഇതേ മാതിരി ഇപ്പൊ മൗലവിയുടെ ശൈലി അല്ലെ?
നമ്മൾ പറഞ്ഞ ഹബീബേ ഞാൻ സുന്നിയല്ലേ, നിങ്ങൾ സുന്നിയല്ലേ, നിങ്ങൾ സിറാജ് അംഗീകരിക്കുന്നില്ലല്ലോ എന്നോട് ചോദിച്ചു. ഞാൻ പറയാം സിറാജ് അംഗീകരിക്കുന്ന ആളാണ്, ഞാൻ സുന്നിയാണ്, ഞാൻ സൈനുദ്ദീൻ മഹ്ദൂമിനെ നെഹ്റുബാബിനെ അംഗീകരിക്കുന്ന സുന്നിയാണ്. അവരെഴുതി വെച്ചെടുത്താ ഞാൻ നിൽക്കണത്. അതിന്റെ എതിരിൽ റസാലി മാമ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഭാഷാന്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ റസാലി മാമ എഴുതിയിട്ടില്ല നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. ഒരു പ്രത്യേക നിസ്കാരം പറയാത്തിന്റെ ഒരാളില്ല, അവർ തന്നെ ഞങ്ങളുള്ളത്. അത് നമ്മളോട് പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് എന്ത് മരിച്ചിട്ട് വഴി ആദ്യത്തെ നിങ്ങൾ സങ്കടം ചെയ്ത്. ഇനി നിങ്ങൾ നോക്കുക അടുത്ത പ്രശ്നം എന്താ? അടുത്ത പ്രശ്നം പോലെ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് പിന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രിക്ക് ഒരു പ്രത്യേകം കൽപ്പിച്ചിട്ടില്ല. നിങ്ങളത് എന്ത് പറഞ്ഞു ഇങ്ങനെ ഇല്ലാത്ത ഉണ്ടാക്കിയിട്ട് നടക്കുന്നതാണ്. നബി പറഞ്ഞ പോലെ അത് ചെയ്താൽ പോലെ നബി പറഞ്ഞതിൽ നമ്മളീ കണ്ട് അല്ലേ? നബി പറയാം, നബി പറഞ്ഞത് ചെയ്യുകയാണെങ്കിൽ ഈ രാവിലെ മഹത്വം അംഗീകരിക്കന്നെ വേണ്ട. പിന്നെ പ്രശ്നങ്ങൾ മാത്രമുള്ള ഹാസായ നിസ്കാരത്തിലല്ലേ, അത് വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഈ രാത്രിക്ക് മഹത്വം നിങ്ങൾ അതിനാണ് നിഷേധിക്കുന്നത്. അത് ഞങ്ങളെ ഇബ്നു തൈമിയ്യ പോലും മഹത്വമുണ്ടെന്ന് അംഗീകരിച്ചാണ്. ഇബ്നു തൈമിയ്യ പോലും മഹത്വമുണ്ടെന്ന് അംഗീകരിച്ച ഒരു രാത്രിയാണ് ഷഹബാബ്. മുസ്ലിം ലോകം മൊത്തം പവറുള്ളതാണെന്ന് അംഗീകരിച്ച ഒരു രാത്രി. അന്നത്തെ രാത്രി ഇന്നതൊന്നും ചെയ്യാൻ നമ്മളെ കിട്ടൂലെന്ന് മൂപ്പരെന്താ പറയാൻ കാരണം നിങ്ങൾക്ക് ചിലപ്പോ തോന്നാലോ. അതൊക്കെ തെളിവുള്ളൊരു വിഷയമാണെങ്കിൽ അയാൾ എന്തായാലും കുറെ അജീസങ്ങൾ നോക്കിയിട്ടുണ്ട്. കിതാബും കാര്യമായിട്ട് നോക്കിയില്ലെങ്കിൽ തന്നെ അജീസൊക്കെ അത് കുറച്ച് നോക്കിയിട്ടുണ്ടാവില്ലേ. പിന്നെ അയാളെന്തതിനെ എതിർക്കോ നിങ്ങൾക്കോ തോന്നാം. അതിനൊരു കാരണമുണ്ട്, സൈക്കോളജിക്കലൊരു കാരണം. എന്താ അറിയോ? ഈ രാത്രി എന്തായാലും പവർ കിട്ടണവരെ കൂട്ടത്തിൽ ഇവരില്ല എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവരില്ല. കാരണം ഈ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ആനുകൂല്യം കൊടുക്കൂല എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ എല്ലാ ഹദീസിലുള്ള ഒരു ടീമാരാ മുഷാഹിൻ എന്ന് പറഞ്ഞ ആളാ. മഹാന്മാരെ പണ്ഡിതന്മാരോട് കാലത്ത് ഈ കശ്മിൽ അസറാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ഫസ്സറ അഹ്ലുൽ ഇൽമി, ഇൽമുള്ളവര് ആലിമീങ്ങള് ഇബാദികള് അവർ വിശദീകരിച്ചിരിക്കുന്നു അൽ മുഷാഹിദ ഫി ഹാദൽ മൗദി. ഈ ബറാത്തിന്റെ ഹദീസ് പറഞ്ഞിടത്തുള്ള മുഷാഹിദിന് അവർ വിശദീകരണം പറഞ്ഞിരിക്കുന്നു അഹ്ലുൽ ബിദ്അ വൽ അഹ്വാഇ. തോന്നിയതുപോലെ മതം പറയുന്നവരും പുത്തൻവാദം കൊണ്ടുനടക്കുന്നവരുമാണ് ഈ മുഷാഹിദ്. വൽഹിഖ്ദി അലാ അഹ്ലിൽ ഇസ്ലാമി, മുസ്ലിങ്ങളോട് ദുഷിച്ച ചിന്തയും വെറുപ്പൊക്കെ ആയിട്ട് പോലുമായിട്ട് നടക്കുന്നവരുമാണ്. അപ്പൊ മുഷാഹിദിന്റെ കൂട്ടത്തിൽ ആരുണ്ട്? വിദേശകാരൻ ഉണ്ട്. വിദേശകാരൻ ആരാന്ന് വെച്ചാൽ ഇന്നിപ്പോ പറയാൻ പറ്റിയ ഏറ്റവും കൃത്യമായ ഉദാഹരണം തന്നെ വഹാബി. അപ്പൊ വഹാബിക്ക് എന്തായാലും ഈ രാത്രി പുറത്തു കിട്ടൂലാന്ന് ഹദീസൊക്കെ നോക്കിയപ്പോ ആർക്കും മനസ്സിലായി, സലഫിക്കും മനസ്സിലായി. എന്നാ പിന്നെ എനിക്കില്ലാത്തത് മറ്റൊന്നും വേണ്ട. പണ്ട് നമ്മൾ മറ്റൊരു ചങ്ങായി ഒരു നല്ലൊരു മുതലാളി, നല്ലോണം കാശിന്റെ കയ്യിൽ, അത് നല്ലോണം അള്ളാന്റെ മാർഗത്തിൽ ധർമ്മം കൊടുക്കേണ്ട ഒക്കെ കണ്ടപ്പോ പഠിച്ചോനെ എന്നെ അഹമ്മദാജിന്റെ മാതിരി ആക്കണേന്ന് കുറേ വേർന്നു ഇയാള് നോക്കുമ്പോ അയാൾക്കും മാറ്റണ്ട അഹമ്മദാജിക്കും മാറ്റണ്ട, രണ്ടും ആ സ്റ്റാറ്റസ് കോ അങ്ങനെ പോവുക. അപ്പൊ അവസാനം ഇയാൾ ദ്വയെന്ന് മാറ്റി, ഇന്ന അഹമ്മദാജിന്റെ മാതിരി ആക്കണമെങ്കിൽ പഠിച്ചോനെ അഹമ്മദാജിനെ എന്റെ മാതിരിയാക്കേ. ഈ ദ്വയ ചങ്ങായുടെ മാനസികാവസ്ഥയാണ് തലപ്പിക്ക്. മൂപ്പർക്ക് എന്തായാലും ഈ രാത്രി എന്ത് കിട്ടൂല? പവർ കിട്ടൂല. എന്നാ പിന്നെ ആർക്കും കിട്ടണ്ട അല്ലേ? ഇതല്ലേ വാസ്തവത്തിൽ ഇതിന്റെ ചിന്ത. പിന്നെ ചില പ്രശ്നം, പിന്നെ പ്രശ്നം മൂന്ന് യാസിനോദാൻ. ആരാ ഈ മൂന്ന് യാസിനോദ പഠിപ്പിച്ച്? റസൂല പഠിപ്പിച്ചിക്കണോ? മൂന്ന് യാസിനോദാൻ റസൂല യാസിനോദാൻ പഠിപ്പിച്ചിക്കണോ? അത് ബറാത്തിന്റെ രാത്രി ഓരോരുത്തരും പഠിപ്പിച്ചിക്കണോ? അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ മൂന്നെണ്ണം ഓതാൻ ഞങ്ങൾക്ക് വേറെ തെളിവുണ്ട. ബറാത്തിന്റെ മൂന്ന് യാസിനോദാൻ റസൂല പറഞ്ഞിട്ടും ഞങ്ങളത് പറഞ്ഞിട്ടില്ല. മറിച്ച് എന്ത് പറഞ്ഞു? അത് സ്ഥിരപ്പെട്ട ആളുകൾ കൂടുതൽ ചെയ്യണം. ശഅബാനിന്റെ രാത്രി ആളുകൾ നിസ്കരിക്കരുതെന്ന് ആര് പറഞ്ഞില്ലേ? ഇബ്നു തൈമിയ്യ പറഞ്ഞില്ലേ? നിസ്കരിക്കണം എന്നും പറഞ്ഞില്ലേ? ഫഹു അഹ്സനു, നിസ്കരിക്കാൻ നല്ലതാണെന്നും പറഞ്ഞില്ലേ? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പൊതുവിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതി എല്ലാ സമയത്തും ചെയ്യാം. അത് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടാകുമ്പോ മുനാസബ ഇവിടെ പറഞ്ഞില്ലേ? ഈ ബുക്ക് പറഞ്ഞില്ലേ? ഈ സൗഖ്യബുക്ക് പറഞ്ഞില്ലേ? അപ്പൊ ഒഴിത തകഴു ഈ മുനാസബത്തിൽ എത്തിവാനും മുറൂറ് വേർത്തിയാകും. 100ാം വാർഷികത്തിന്റെ മുനാസബയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തത്? ഞങ്ങൾ വീണ്ടും അടിച്ചു എന്ന് പറഞ്ഞ മാതിരി നന്മകൾ ചെയ്യാൻ പറ്റിയ അവസരങ്ങൾ, ആ അവസരങ്ങൾ ഇത് കൂടുതൽ ചെയ്യാം. ഞങ്ങളുടെ നാരനോദിക്കൂടെ, ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല. മൂന്നെങ്കിലും ഓതണം എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്തിനാ മൂന്നെങ്കിലും ഓതണം എന്ന് പറഞ്ഞ്
ആ രാത്രി പ്രത്യേകമായിട്ട് നടക്കുന്ന കുറെ സംഗതി ഇല്ലേ? അത് ഹദീസിലൊക്കെ വന്നില്ലേ? അപ്പൊ മൗലവി ഓതി ഹദീസിലും ഞാൻ ഓതി ഹദീസിലൊക്കെ അത് വന്നില്ലേ? ഷഹബാന്റെ രാത്രിയുടെ പ്രത്യേകതയുടെ കൂട്ടത്തില് ആ രാത്രി പലതും നടക്കുന്നുണ്ട്. നോമ്പ് വർദ്ധിപ്പിക്കാൻ റസൂലിന്റെ കാരണം പറഞ്ഞാലല്ലേ? റിസ്ക് എഴുതുന്ന കാലാണ്, അജർ എഴുതുന്ന കാലാണ്. നമ്മളെ യാസീനോ എഴുതണ്ടല്ലേ? ഒരു യാസീനത്തില ഒരു യാസീൻ നമ്മൾ ഓടുന്നത് വയസ്സിൽ വർക്കത്തുണ്ടാകാൻ. എത്ര കാലം ജീവിക്കണം? ഞാൻ ജീവിക്കണ കാലം. നമ്മളെ കൊണ്ട് ഒരാൾ ദീനിന്ന് പോകരുത്. ആ വറക്കത്തില്ലാണ്ടായാലാണ് എന്ത് ചെയ്ത് ദീന് പൊളിക്കാൻ വേണ്ടി പ്രസംഗിച്ചത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഹറാജിന്റെ രാത്രി കുറെ ചങ്ങായിമാരെ കണ്ടു. ആ ചങ്ങായിമാരെ കണ്ടപ്പോ അവരുടെ നാവും ചുണ്ടൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുക. മുറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് പഴയപടിയാവുന്നു, വീണ്ടും മുറിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായി കൂട്ടര്? റസൂലുള്ളാഹി കിട്ടിയ മറുപടി എന്താ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഭാഗത്തുനിന്ന് ഹാവുലായ ഖുതബാഉൽ ഫിത്നത്തി മിൻ ഉമ്മത്തിക, തങ്ങളുടെ സമുദായത്തിലെ കുഴപ്പത്തിന്റെ പ്രാസംഗികന്മാരാണ്. കുഴപ്പം എന്ന് പറഞ്ഞാൽ ദീനിന്ന് മനുഷ്യനെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയ കുഴപ്പമുണ്ടോ? പുണ്യം തടയാൻ വേണ്ടി വേണ്ടോറിനേക്കാൾ വലിയ കുഴപ്പമുണ്ടോ? ഇവര് തേമിയ പോലും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിം ലോകത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ബറാത്ത് രാവിനെ കുറിച്ച് ചർച്ച ഇല്ലാത്തൊരു ഗ്രന്ഥമല്ല. ഇക്രിമ റളിയല്ലാഹു ഞാൻ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മേലിൽ നിന്ന് പഠിച്ച ആളാണ്, ഖുർആന്റെ വ്യാഖ്യാനം പഠിച്ച ആളാണ്. അപ്പൊ അക്കാലം മുതലുള്ള മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള ഒരു ദിവസമാണ് ഇത് ബറാത്ത് രാവ്. അത് ഇവര് തേമിയെ പോലും അംഗീകരിക്കുകയും ചെയ്തു. നിങ്ങൾ ഇന്നലെ പെയ്ത് മഴക്ക് ഇന്ന് കുറച്ച് തവര വന്നിട്ട് പറയുന്നത് ആ രാവിലെ ഒരു അഡ്രസ്സും ഇല്ല. അഡ്രസ്സും ഇല്ല എന്ന് പറഞ്ഞൊരു അഡ്രസ് ഇല്ലാന്നല്ലാതെ നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. പിന്നെ 3 യാസീന്റെ പ്രശ്നം. അപ്പൊ ഇത് വറക്കത്ത്, വയസ്സിൽ വറക്കത്തുണ്ടാകാൻ എന്താ നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെ റസൂലിന്റെ വെക്കണമെങ്കിൽ വേറെ വേണ്ട. നമുക്കൊരു ലക്ഷ്യം ഉണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ഒരു സംഗതി പൊതുവെ സ്ഥിരപ്പെട്ട് ചെയ്യാം. അതിന് വേറെ തെളിവൊന്നും വേണ്ട. അത് മൗലവി ഹദീസ് ഓതുമ്പോ തെറ്റിയോണ്ടാണ്. മൗലവി കാസറ്റിൽ ഹദീസ് ഓതുന്നുണ്ട്, മൻ അമിരാമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മളെ പ്രത്യേക കൽപ്പന ഇല്ലാത്തത് ആരെങ്കിലും ചെയ്താൽ തള്ളണം. ആ ഹദീസിന്റെ അങ്ങനെയല്ല. നമ്മളെ ദീനിന്റെ അടിസ്ഥാനത്തിന് എതിരായിട്ട് ചെയ്താൽ തള്ളണന്റെ അറിയില്ലെങ്കിൽ ഹദീസും പഠിക്കൂല. ഞങ്ങളെ ബുക്കിന് എവിടെയും വല്ലതുണ്ടോ? ക്ഷീണമുള്ളവരെങ്കിലും ചുമത്തിനും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലും അല്ല അതുണ്ടോ എതിരായിട്ട് പറയാനെങ്കിൽ അത് നോക്കി നടക്കലാങ്ങളെ പണി. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നല്ലത് കിട്ടൂല. എവിടെയും ഒറ്റക്കാണ് മാന്തൽ എന്ന സാധനം മീനുണ്ട്, അതിനൊരു കണ്ണുള്ളൂ, ഒരു ഭാഗത്തേക്ക് കാണുള്ളൂ. എന്തുമാതിരി എവിടെയെങ്കിലും കുറവുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കാം. ഭയപ്പെട്ട് കാട്ടിൽ അകപ്പെട്ടു പോയാൽ അരങ്ങുന്നതെല്ലാം പുലിയെന്ന് തോന്നുന്നതില്ല പക്ഷാണ് എന്ന മാതിരി എവിടെയെങ്കിലും കുറവുണ്ടോ തന്നെ തെരഞ്ഞെടുന്നാൽ കുറവന്നെ കാണുള്ളൂ. അത് നിങ്ങളൊരു സ്വഭാവമായി പോയി അള്ളാഹു തലങ്ങളെ നമ്മളൊക്കെ നന്നാക്കി തരുമാറാണ്. അതുകൊണ്ട് ഈ 3 യാസീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു യാസീൻ ഓതിയിട്ട് എന്നെ ഉദ്ദേശിക്കണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? കടം വീടാൻ മുജാഹിദീങ്ങൾ ചെയ്യുണ്ടാവില്ലേ? പക്ഷെ പലപ്പോഴും ഇല്ലാന്നവരെ നമ്മൾ അറിവ്. കാരണം ഇപ്പൊ അടുത്ത പിന്നെ എന്റെ ഒരു കൂട്ടുകാരൻ ഒരു സാഹചര്യം, അദ്ദേഹം സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ എടുത്തു കൊടുക്കുന്ന ആളാണ്. അപ്പൊ മൂപ്പരെടുത്ത് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ പല സൈസിലും പെട്ട ജനറൽ മൈൻഡുള്ളവരും അല്ലാത്തവരൊക്കെ വരും. അങ്ങനെ ഒരാൾ വന്ന് വെച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ പതുക്കിങ്ങനെ ഒരു ജനറൽ മൈൻഡോട് കൂടെ മൂപ്പര് എല്ലാ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ മതപരമായ ഒരു ചിന്തയും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ യാസീൻ പഠിച്ചിട്ടുണ്ടോ? യാസീനൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. കാരണം വെച്ചാൽ പണ്ട് മുതലേ ഒരു തുല്യതായിട്ട് അറിയപ്പെടുന്ന മറ്റോട്ട് ജാതി, 40 ജാതി, 15 ജാതി, 3 ജാതി, കവറുകൾ ജാതി, എല്ലായിടത്തും ജാതി. അപ്പൊ അതൊരു തുല്യത പുറത്തായിട്ട് എന്തായി മാറിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ യാസിനോ സാധ്യതല്ല. പക്ഷെ എന്നാലും ഓടാൻ സാധ്യതയുള്ള വാഹനങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവില്ലേ? ഒരിക്കൽ പൊരുത്തൻ എന്ത് വിഷമം വരുന്നു, എന്തോ ഒരു വിഷമം, രോഗം വരുന്നു. രോഗം വന്നപ്പോ നമുക്കാർക്കും തർക്കമില്ലാത്ത മുജാഹിദീങ്ങൾക്ക് തർക്കമില്ലാത്തൊരു സംഗതിയില്ലേ, ഒരു യാസീൻ ഓതിയിട്ട് പഠിച്ചോണ്ട് എന്റെ രോഗം മാറ്റി തന്നെയെന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇന്ന് അങ്ങനെ എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ഉണ്ടാകുമ്പോ യാസീൻ ഓതി വേർക്കണം എന്ന് പറയണോ? ഞാൻ അങ്ങനെ പ്രത്യേകം പറയണോ? വേണ്ട. റസൂലുള്ള ഒന്നും അറിഞ്ഞോ? സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു. യാസീൻ സൂറത്ത് എന്തിനാണ് ഓതണമെങ്കിൽ അതിനുള്ളതാണ്. ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം വിഷയങ്ങളെ. ഇത് മർമ്മത്തിന് തെറ്റിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഉപരിപ്ലവമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ മർമ്മത്തിലേക്ക് ഇറങ്ങി വന്നാൽ സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു എന്തുദ്ദേശത്തിനാണോ യാസീൻ ഓതണമെങ്കിൽ അത് അതിനുള്ളതാണ്. അപ്പോ നമുക്ക് ഈ രാത്രി ബന്ധമുള്ള മുനാസബ
പ്രത്യേകമായ മുനാസമത്താണ്. എന്ത് ഈ രാത്രി പ്രത്യേകം തീരുമാനിക്കപ്പെടുന്ന സമയമാണ്. ഇനി എല്ലാ കാര്യങ്ങളും നന്നായി ജീവിക്കാനുള്ള ബർക്കത്ത് കിട്ടാൻ യാസീൻ എന്തുദ്ദേശിച്ചാണെങ്കിലും ഓർമ്മല്ലേ. പിന്നെയോ അവസാനം നന്നായി മരിക്കാൻ. അവസാനം നന്നായി ഞാൻ മരിക്കൂലെന്ന് വാശി വെച്ച് ഊതുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ട് അവസാനം നന്നായി മരിക്കണം, റബ്ബ് തോന്നിട്ട് നിൽക്കുവാനാണ്. അതുകൊണ്ട് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസിൽ വിശ്വസിക്കുന്നു, സൂറത്ത് യാസീൻ ലിമാ കുരിഹലഹു, എന്തുദ്ദേശത്തിന് ഊതുന്നെങ്കിൽ അതിനുള്ളതാണ്. ഈ രാത്രി പ്രത്യേകത അർത്ഥത്തിലുണ്ട്, അതാണ്. അല്ലാതെ ഒരു യാസീൻ ഈ രാത്രി ഓതാൻ പ്രത്യേകം റസൂലുള്ള പറഞ്ഞെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ രാത്രി ഓതാൻ എന്തിന്റെ ആവശ്യമില്ല, അങ്ങനെ പ്രത്യേക തെളിവിന്റെ ആവശ്യമില്ല. പൊതുവിൽ സ്ഥിരപ്പെട്ട സംഗതി ഈ സമയത്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മതി. ഈ സമയത്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ രണ്ട് ഹദീസുണ്ടെങ്കിൽ മൗലവി കൊണ്ട് അപ്പൊ നമുക്ക് നൃത്തിനെ കുറിച്ച് ആലോചിക്കാം. അതുവരെ ഈ അവസ്ഥ ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങൾ അങ്ങനെ തുടരും. ഇനി അടുത്ത പ്രശ്നം എന്താ, അന്നൊരു ചക്കരച്ചോറക്കാൻ തെളിവുണ്ടോ? അന്നൊരു ചക്കരച്ചോറക്കാൻ തെളിവുണ്ടോ? അന്ന് നിങ്ങൾ എന്തേലും മക്കളില്ലേ, അതിനെന്താ തെളിവ്? അതിന്റെ വലിയ ചക്കരച്ചോറക്കാൻ അല്ലെ. അന്ന് സാധാ ചോറക്കാൻ എന്താ തെളിവ്? അതിന്റെ വലിയ ചക്കരച്ചോറക്കാണ്. പിന്നെ നമ്മൾ ചക്കരച്ചോറ് വെച്ചല്ലേ ഹബീബി, അതൊക്കെ ഒരു പ്രതീകാത്മകമായ സംഗതിയല്ലേ. ചക്കരച്ചോറൊക്കെ ഒരു ഭാഷാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചക്കരച്ചോറ് അല്ലല്ലോ, മറിച്ച് ഒരു സന്തോഷമുള്ള ദിവസത്തിൽ ജീവിക്കാനുള്ള അവസരം തന്നപ്പോ മധുര പലഹാരം വിതരണം ചെയ്യാനൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിന് അത് പിന്നെ സ്കൂളിൽ പോയാൽ കുട്ടികൾക്കൊക്കെ കൊടിങ്ങനെ പൊക്കുന്ന സമയത്ത് രണ്ട് മുട്ടായി കിട്ടിയ ഭയങ്കര സംഗതിയാണ്. മുട്ടായൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാവും, നല്ല അത് കിട്ടുന്നത് ഒരു പ്രത്യേക സംഗതിയാണ് അല്ലേ. എന്ന പോലെ ഒരു വിതരണം അത്ര ഇതൊക്കെ കണ്ടാൽ മതി. ചക്കച്ചോറ് വെക്കണം നിങ്ങൾക്ക് വിഷയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കണ്ട, അത് തിന്നും വേണ്ട. നിങ്ങൾ ബിരിയാണി വെച്ചോ, ഒന്നും വെക്കണില്ലേ, അത് നമ്മളെ വിഷയമല്ല. അതുകൊണ്ട് അതൊന്നും പറഞ്ഞു വെറുതെ കോളാക്കാൻ നിൽക്കണ്ട. നമുക്കപ്പം സംബന്ധമായി പറയാനുള്ള ഇതൊക്കെയാണ്. പിന്നെ ശഅബാൻ 15 പകല് നോമ്പ്, അയ്യാമുൽ ബീദിന്റെ നോമ്പ് പൊതുവെ സുന്നത്തുള്ളതാണ് എല്ലാ മാസവും. ശഅബാൻ എന്തായാലും നോക്കേണ്ടതാണ്. ബുധൻ, വ്യാഴം, വെള്ളി ഈ 3 ദിവസമാണ് നോമ്പ്. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ചയുടെ സുന്നത്തും കൂടെ കരുതാം. വെള്ളിയാഴ്ച ശഅബാൻ 15 പകൽ എന്നുള്ള പരിഗണനയും കൂടെ എന്ത് ചെയ്യണം, ആ നോമ്പിന് കൊടുക്കണം. കാരണം റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്നതാണ് എന്ത് സൂമോ യൗമഹ, അതിന്റെ പകരങ്ങൾ നോമ്പ് കൊടുക്കണം. അതിന്റെ വരെ പറഞ്ഞാൽ ഇമാം റംലി റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഖാസായിട്ട് തന്നെ നോമ്പ് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു റളിയല്ലാഹു അൻഹു സുന്നത്തില്ലാന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലേ, അത് നിങ്ങൾ ആ വർഷത്താണ് നിങ്ങൾ ഏത് നോമ്പെടുത്തോ? അയ്യാമുൽ ബീദിന്റെ നോമ്പായിട്ട് എടുത്തോ. ഞങ്ങൾക്ക് രണ്ടിനും കൂടെ എടുക്കുന്നതിന് കുഴപ്പമില്ലാന്ന് കൊടുത്താൽ ഞങ്ങളുള്ളത് അല്ലെ. ലൈഫായ ഹദീസ് മതി എന്തിന്, പള്ളാനില്ലാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ ഹദീസ് മതി വിഷയത്തിന് എന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു തന്നെ ഫത്താവയിൽ വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കണ ആ ഫത്താവൽ കുബ്രയുടെ വക്കന്നുണ്ട് ഈ ഫത്താവ റംലി, അതും കൂടെ ഒന്ന് നോക്കിക്കൂടെ. പക്ഷെ ക്ഷീരമുള്ളവരകിലും ചുവട്ടിലും ചോര തന്നെ കൊതുകം എന്താ കണ്ടീഷനാണെങ്കിൽ നടക്കില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അന്യത്തിന്റെ 10 പേര് അങ്ങനെയുണ്ട്, ആയിക്കോട്ടെ നിങ്ങൾ അതാ എടുക്കണമെങ്കിൽ അടുത്തോ. പക്ഷെ നിങ്ങൾ അയ്യാമുൽ ബീദിന്റെ പേരിലെങ്കിലും ഒന്ന് നോക്കി, അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നിങ്ങൾ നോറ്റോളി. അങ്ങനെയെങ്കിലും നിങ്ങൾ ജനങ്ങളോട് പറയും. അവിടെ മുമ്പ് പറഞ്ഞോണ്ടാ അയ്യാമുൽ ബീദ് വെച്ചിട്ട് നോക്കണേ കുഴപ്പമില്ല, നോൽക്കണം നമ്മളും പറയാൻ തയ്യാറില്ല. കാരണം എന്താ, അത് ദുനിയോട് നോൽക്കണേ തന്നെ. അവിടെ കഴിഞ്ഞതും നോൽക്കാണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അല്ലെ. ബഷീർ പൈസ വെണ്ണക്കോടിന്റെ ബുക്കിലും മദ്രാസ് പറഞ്ഞ ആകെ എരപ്പാക്കാൻ നോക്കുന്നുണ്ട്. ബഷീർ പൈസ നിങ്ങളെ പിന്നെ അയ്യാമുൽ ബീദിന്റെ നോമ്പ് നിലക്ക് നോക്കുക, ഞങ്ങൾ അയ്യാമുൽ ബീദും ബറാസും 2 വിചാരിച്ച് നോക്കുക. അപ്പൊ അന്ന് നോമ്പ് നോറ്റപ്പോ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട്. നിങ്ങൾ പള്ളിയിൽ നിങ്ങൾ അനൗൺസ് ചെയ്തത് ഞങ്ങളെന്ന് നോറ്റ നോമ്പ് എന്ത് നോമ്പാണ്, അയ്യാമുൽ ബീദാണ് ബറാത്തിന്റെ എല്ലാം നിങ്ങൾ അന്നത്തെ രാത്രി പകരം വേണമെങ്കിൽ കുറച്ചേരം അനൗൺസ് ചെയ്താൽ മതി, എന്നാ വിഷമം തീരും എന്ന് നോമ്പ് പറഞ്ഞു. അപ്പൊ ഞാൻ അത് എടുത്തിട്ട് എന്താ മൂല്യര ബുദ്ധിയുണ്ടോ. അപ്പൊ ഒരു മൂല്യം നിസ്കരിക്കുന്നത്, ഞാൻ ഇവിടെ നിസ്കരിക്കുന്നത് ദുഹറും ദുഹറിന്റെ സുന്നത്തും. അപ്പൊ മൂല്യയുടെ ദുഹറും 6 റക്അത്ത് നിസ്കരിച്ചു, ദുഹറുകാരും 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കണം. അപ്പൊ മൂല്യയുടെ ദുഹർ 6 നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങള് പിന്നെ സുന്നത്തിന് പറഞ്ഞോ, ഞാൻ പറഞ്ഞല്ലേ എഴുതിക്കോളാം. അങ്ങനത്തെ ആരെങ്കിലും പറയാൻ പറ്റുന്ന സംഗതി അതും ഒരുപാട്. എന്നിട്ട് മൂപ്പര് പറയാം ഉമ്മാമാന്റെ കഥവായി എന്ത് എന്താ ഉമ്മ മൂപ്പരമാറ്റം മാമേ പിന്നെ ഒരു കുടം ഒരാളെ കഴുത്തിൽ കുടുങ്ങിപ്പോയി, ഒരു പാത്രം ഒരാളെ കഴുത്തിൽ കുടുങ്ങി. എന്ത് ചെയ്തിട്ട് പാത്രം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഉമ്മാമ മസ്ലഹത്ത് പറഞ്ഞത്രേ എന്ത്, അയാളെ കഴുത്താണ് മുറിച്ചിട്ട് നമുക്ക് കുടം എടുക്കുക. ഹബീബെ കഴുത്ത് കുടുങ്ങിയ കുടം ഇവിടുന്ന് അങ്ങോട്ടല്ലല്ലോ കുടുങ്ങിക്കണത്, അവിടുന്ന് ഇങ്ങോട്ടല്ലേ കുടുങ്ങിക്കണത്. കഴുത്ത് മുറിച്ചാൽ കിട്ടുമത് അല്ലേ, കഴുത്ത് മുറിച്ചാൽ കിട്ടൂല. അപ്പൊ
ഉമ്മാതാണ് ഉദാഹരണം പിറ്റാളുകളായിക്കണ്ട മൗലവിക്കണ്ട ഈ സ്പേസ് ബുദ്ധിയായിട്ട് നടക്കുന്ന ആൾക്കാര് ദയവേത് ഞങ്ങളെ ഇമാമിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ട അത്രേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സംഗതിയാണ്. ഈ രാവിന് പവറുണ്ടോ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ മൊത്തം എഴുതി വെച്ചു. കഴിഞ്ഞ കാല സാഹചര്യങ്ങളുടെ പ്രവർത്തനവും ചെയ്തി അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു. പിന്നെന്താ പ്രത്യേകമായ നിസ്കാരം എന്റെ രാത്രി ഉണ്ടോ? റസാലിമാമ പറഞ്ഞ പോലത്തെ നിസ്കാരം ഉണ്ടോ? റസാലിമാമ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താ റസാലിമാമെ പറ്റി എഴുതിച്ച്? റസാലിമാമെ പറ്റി ഇവരെ എഴുതിയിട്ടെന്താ നിങ്ങൾക്ക്? തക്ലീദ് നിർബന്ധ പ്രസ്ഥാനം ഖുർആനിനും സുന്നത്തിനുമെതിരിൽ ആഞ്ഞടിക്കുമ്പോൾ സർവവിജ്ഞാനങ്ങളുടെയും സമാഹാരമായിരുന്ന ഇമാം ഗസാലിയും സ്വതന്ത്ര ചിന്തയുടെ പ്രതീകമായിരുന്ന ഇമാം ഇബ്നു ഹസ്മും തക്ലീദ് പ്രചാരകരായിരുന്നില്ല. അപ്പൊ സർവ്വവിജ്ഞാനങ്ങളുടെയും സമാഹാരമാണ് ഗസാലിമാം. അപ്പൊ ഗസാലിമാം ആ സർവ്വവിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ മൂപ്പർക്ക് തെളിവിക്കണി മൂപ്പർ പറഞ്ഞോട്ടെ, അത് അംഗീകരിക്കേണ്ട രേഖ വെച്ച്. പക്ഷെ അത് ശരിയല്ല എന്നാണ് ഇമാം റളിയല്ലാഹു പറഞ്ഞത്. അതാണ് ജനജി മുഹമ്മദ് റളിയല്ലാഹു പറഞ്ഞത്. ഞങ്ങൾ അവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഹാസായ നിസ്കാരമല്ല, പക്ഷെ ഉള്ള നിസ്കാരം എന്ത് ചെയ്യണം? കുറെ നീട്ടി നിസ്കരിക്കണം, ആ രാത്രി തസ്ബീഹ് നിസ്കരിക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് നന്മകൾ വർദ്ധിപ്പിക്കണം ഈ രാത്രി. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. വലിയ ഭാഗ്യമുള്ള രാത്രിയാണ്. അടുത്ത ശഅബാൻ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല, ആരൊക്കെ ഉണ്ടാവും അറിയില്ല. അള്ളാഹു നമുക്ക് കാഫിയത്തുള്ള ദീർഘായുസ്സുള്ള കുമാറാണ്. എത്ര കാലം ഉണ്ടായാലും ഉള്ള എല്ലാ ശഅബാൻ 15 രാവും അത് ആദരിക്കണം, ബഹുമാനിക്കണം. ആദരിക്കണം എന്ന് പറയാൻ മനസ്സില്ലെങ്കിൽ വെറുതെ ഇല്ലാത്തത് പറഞ്ഞ നിരുത്സാഹപ്പെടുത്തല്ലേ, ഉള്ളത് ഇല്ലാതാക്കരുത്. നമുക്ക് അത്ര പറയാനുള്ളൂ. ഇതെന്തെന്നും സ്ഥിരീകരിക്കപ്പെട്ടതുകൊണ്ട് 4 ഹദീസ് ലൈഫ് അല്ലെന്ന് പണ്ഡിതന്മാർ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഞാൻ പറഞ്ഞുവല്ലോ, എന്റെ അന്വേഷണത്തിൽ കിട്ടിയതാണ്. ഇനിയും കൂടുതൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും. വാസ്തവത്തിൽ ഹദീസുകളുടെ കൂട്ടത്തിലെ 1% ഹദീസല്ലേ ഇന്ന് ലോകത്തുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ എത്ര ഹദീസ് പറഞ്ഞു? ഇന്ന് ലോകത്തുള്ള ഹദീസുകളൊക്കെ കൂടെ പരിശോധിച്ച് നോക്കിയാൽ പോലും കിട്ടാത്ത ഇതല്ലേ ഭൂരിപക്ഷം ഹദീസുകളും? ഭൂരിപക്ഷമല്ല, അതിനേക്കാളും കൂടുതൽ ഇന്ന് കിട്ടാത്തതല്ലേ. 10 ലക്ഷത്തിലധികം ഹദീസ് റസൂൽ പറഞ്ഞിട്ട് 1 ലക്ഷം ഹദീസ് പോലും തയ്ച്ച് കിട്ടാനുള്ള ഒന്ന് ലോകത്ത്. അതില്ലാത്തൊരു കാലത്ത് ജീവിക്കണം നമ്മൾ. ഹദീസുകൾ കുറെ കണ്ടവര് അന്നത്തെ രാത്രിക്ക് പവറുണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മക്കെല്ലാം കിട്ടിയ ഹദീസിൽ ശ്രേഷ്ഠത സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇതിനെ നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ മാന്യതയുടെ ലെവലേറ്റം ബാക്കി കയ്യിലുണ്ടെങ്കിൽ സകല വഹാബികളോട് നമുക്ക് പറയാനല്ല, ഇതിനെ നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സഹീഹാണെന്നും വിശ്വസയോഗ്യമായ പരമ്പരയിലൂടെ വന്നതാണെന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പവർ, ഇതിന് പവർ ഇല്ലാന്ന് പറയണമെങ്കിൽ ഇതിനേക്കാളും പവർ നിങ്ങൾ എന്തുകൊണ്ടാണ്? ഇതിനേക്കാളും പവറില് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രി നിങ്ങൾ പ്രത്യേകം ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ ഹദീസ് നിങ്ങളെത്തുണ്ടോ? സഹീഹ് വന്ന ഒരു ലൈഫെങ്കിലും ഉണ്ടോ? ഒരു ലൈഫെങ്കിലും ഉണ്ടോ? മൗലവിമാരുടെ ആ കേസത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെ പറ്റി മൂപ്പർ പറയില്ല. മൂപ്പർ ബുക്ക് മർക്കസ് കോളേജിന്റെ ബുക്ക് വാങ്ങിയെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? നിങ്ങൾ എവിടുന്ന് വാങ്ങിയാലും വേണ്ടില്ല. അതുകൊണ്ട് എല്ലാത്തിനും സിറാജുകൾ വായിക്കണം. അത് നമുക്ക് പറയാനുള്ള തന്നെ അല്ലേ? അപ്പോഴെങ്കിലും ഇടയ്ക്കെങ്കിലും നന്നാകാൻ നോക്കട്ടെ. പക്ഷെ നിങ്ങൾ ഈ ഉദ്ദേശത്തോടെ വായിക്കണമെന്നും ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്നാലും നിങ്ങൾ വായിക്കുമല്ലോ, സന്തോഷമുണ്ട്. അതായത് പിന്നെ ഒരു കാര്യമായിട്ട് പറഞ്ഞ സംഗതി, പിന്നെ ഞാൻ കംപ്ലൈന്റ് ഞാൻ വയലിന്റെ ശൈലി പറഞ്ഞതാണ്. ആ പ്രസംഗത്തിൽ എന്തോന്ന് പറഞ്ഞ കൂട്ടത്തില് ഞാൻ കംപ്ലൈന്റ് ഞാൻ വയലിന്റെ ശൈലി പറഞ്ഞതാണ്. വയലിന്റെ ശൈലി നിങ്ങളെ കുത്തകയൊക്കെ ഞങ്ങളെ കുത്തക നിങ്ങളെ ഈ ബുക്ക് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാന ചരിത്രത്തിൽ ആളുകൾ പറഞ്ഞ ബുക്കിലിതാ പറയുന്നത് ഇത് ഞങ്ങളെ കുത്തകയിരുന്നു. ഒറ്റ വാക്കുകൾ നോക്ക്. ഇവരുടെ കൂട്ടത്തിൽ ഒരു മൗലവി പണ്ട് കാലത്ത് ജനങ്ങളെ പറ്റിച്ചത് എന്ത് ചെയ്തു? വയലിന്റെ ശൈലി പ്രസംഗിച്ചിട്ടായിരുന്നു. വ്യക്തമായിട്ട് അതിൽ എഴുതി വെക്കുന്നു. പിന്നെ കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച സെയ്ദ് മൗലവി പഴമക്കാരുടെ ശൈലിയിൽ പ്രസംഗിച്ചു പല സ്ഥലങ്ങളിലും അനുയായികളെ സൃഷ്ടിച്ചു. അല്ലെ? പഴമക്കാരുടെ ശൈലിയിൽ പ്രസംഗിച്ചിട്ടാണ് സെയ്ദ് മൗലവി ആൾക്കാരെ പഠിച്ചത്. കാരണം എന്താ? വയലിന്റെ ഒച്ചങ്ങനെ കേൾക്കുമ്പോ ഈമാനുള്ള മനുഷ്യന്മാർ പക്ഷേ ഏതൊരു മൂല്യം വയൽ പറയാണല്ലോ ഇങ്ങനെ വിചാരിച്ചു. ഒത്തിരി ഇങ്ങനെ ഇരുന്ന് പെട്ട് അവസാന തിരി അത് ഇത് തലതിരിച്ച വയലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ശൈലി നമുക്ക് പ്രതിഷേധമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഞങ്ങളെ ശൈലിയാണ്. അത് നിങ്ങൾ എന്തിനാ കത്ത്? നിങ്ങൾക്ക് ഞങ്ങളൊന്നും പറ്റൂല എന്നല്ലേ പറയുന്നത്? ഞങ്ങളൊന്നും എന്താക്കാൻ നിങ്ങൾ പുതിയ കൊടുത്ത് നിങ്ങൾ ഞങ്ങളെ ശൈലി കണ്ടെടുക്കുക.
എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും നിങ്ങൾക്ക് എന്താണ് ആയിക്കോട്ടെ നിങ്ങൾ എന്നെ പറ്റില്ല. പക്ഷെ ശൈലിയെ പറ്റി പറഞ്ഞപ്പോ ഞാൻ അതും കൂടെ സൂചിപ്പിച്ചാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അപ്പൊ വിഷയത്തിന്റെ മർമ്മം എത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും പ്രവർത്തിക്കുന്ന വരുന്ന ഷാബാൻ 15 രാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ പുറത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും മാറ്റപ്പെട്ട രാവിലേക്ക് محمد سيد الكونين والثقلين محمد سيد الكونين والثقلين محمد سيد الكونين والثقلين والفارقين من عرب ومن عجل